നന്ദിനി നന്ദിനി പറഞ്ഞോടത്തൊക്കെ ഞാൻ ഒപ്പിട്ടുണ്ട്. എൻ്റെ വീടും പറമ്പും പോവില്ലല്ലോ. ആഹാ പ്രതാപണ്ണ എന്നെ വിശ്വാസല്ലേ? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ നന്ദിനി. തമാശയായിരുന്നാ? എന്നാ കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ആത്മാർത്ഥ തന്നെ ചോദ്യം ചെയ്യരുത്. അതൊക്കെ വിട് നന്ദിനി, നമുക്കിത് ഐശ്വര്യമായിട്ട് കൊടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് മത്സരിക്കാൻ വരുന്നത്. എന്തായാലും ഈ വാർഡിൽ നമുക്ക് ജയിച്ച് കയറി വരണം. എടാ നീ പറഞ്ഞ പോലെ ഞാൻ ഒരു കോളത്തിൽ ഒപ്പിടിച്ചിട്ടില്ല. എന്തായാലും ആ പത്രിക തള്ളണം. ലാസ്റ്റ് എനിക്ക് പണി കിട്ടോ? ഏയ് ഒരു പണിയും കിട്ടില്ല. അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ഞാനാ. ഇപ്പം ഈ ചെയ്തെന്ന ഉപകാരത്തിന് തിരിച്ചങ്ങോട്ട് നല്ലൊരു ഗുണം കിട്ടിയിരിക്കും. ഗുണം കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പണി കിട്ടാതിരുന്നാ മതി. ചെറിയ ക്ലാസ് വേറെ പരിപാടിയൊന്നുമില്ല. നാളെ പരിപാടിയൊന്നുമില്ല. ഓക്കെ ഓക്കെ. അതെ പിന്നെ സെക്കൻഡ്, നാളെ നമ്മുടെ പരിപാടി നാളെ എന്താ പാർട്ടിയുടെ മീറ്റിംഗ് ഇല്ലേ? അതിനു മുമ്പേ നമ്മള് വെച്ച പണി ശരിക്കും ഏറ്റിട്ടുണ്ട് കേട്ടോ. പ്രതാപേട്ടന്റെ നാമനിർദ്ദേശ പത്രിക തള്ളും. ഉറപ്പായിട്ടും തള്ളണമല്ലോ. അതിനുള്ള പണി നമ്മൾ വെച്ചിട്ടുണ്ട്. തള്ളണം. പിന്നെ തള്ളാണ്ടിരിക്കുവോ? പിന്നെ നാളത്തെ മീറ്റിംഗില് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാവുന്ന പേരുകൾ ആരൊക്കെ? അത് വേറൊരു കാര്യം കേട്ടോ. 5ാം വാർഡില് നമ്മുടെ വിജു ഉണ്ടല്ലോ, അവൻ ചിലപ്പോ നിക്കാൻ സാധ്യതയുണ്ട്. അത് ഞാൻ മറന്നുപോയി. അവന് ആളുകളുടെ ഇടയിൽ നല്ല പേരുണ്ട്. വിഷടാ ഒന്നും വിട്ടുപോരുത്. നാളെ കാലത്ത് 10 മണിക്കല്ലേ മീറ്റിംഗ് എന്ന് പറഞ്ഞേ? നിങ്ങൾ രണ്ടുപേരും 9 മണിക്ക് അവിടെ എത്തണം. നാളെ ഈ പരാതി ആയിരിക്കണം അവിടുത്തെ ചർച്ചാ വിഷയം. പരാതിയാ അവനെതിരെ, വിജുവിനെതിരെ. എന്ത്? ഒരു സ്ത്രീ പീഡന പരാതി. പീഡനോ? ബിജുവാ? ഇത് സംഭവം വെറുതെയാണ്. അവനാള് ഡീസന്റാ. പക്ഷെ നമുക്കിപ്പോ അവനെ ഒതുക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സാധനം പറ്റില്ല. ഒരു പണി ഇത് വേണോ? ഇത് ഇത്തിരി ഓവറാവില്ലേ? ചേട്ടാ എനിക്കറിയാം അത് ശരിയല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഒരു കവളത്തടിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ കവള് കാണിച്ചു കൊടുത്ത പണ്ടത്തെ രാഷ്ട്രീയമാണോ ഇപ്പൊ? അല്ലല്ലോ. അല്ലെങ്കിൽ നമുക്ക് കുറെ എന്തെങ്കിലും കിട്ടിയെന്ന് വിചാരിക്കും. അതിന് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് മാത്രം എടുത്തിട്ട് ബാക്കി അർഹതപ്പെട്ടു കൊടുക്കുന്ന സമത്വത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയമാണോ ഇപ്പൊ? അല്ലല്ല, ഇത് സ്വാർത്ഥതയുടെ രാഷ്ട്രീയമാണ്. അതായത് നമുക്ക് എന്തും സ്വന്തമാക്കണം. അതിന് എന്തറ്റം വരെ നമുക്ക് പോവാം. നമ്മുടെ മുന്നിൽ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. വഴിയൊന്നും നോക്കണ്ട, നമുക്ക് ആ വഴി പോയാൽ മതി. അതൊക്കെ ശരിയാണ്. പക്ഷെ എല്ലാവരും അങ്ങനെയാണോ? എല്ലാവരും അങ്ങനെയൊന്നുമല്ല. കുറെ പേരൊക്കെ നല്ല ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ കാര്യം നടക്കാനായിട്ട് നമുക്ക് ഈ വഴി കണ്ടുപിടിക്കാം. കാര്യം നടക്കാൻ. ഓക്കെ. നിജീഷിന്റെ രാജേട്ടൻ ഒന്നിറങ്ങിയാട്. നിങ്ങളുടെ ഇന്നത്തെ കളി കൊണ്ടേ എനിക്ക് നഷ്ടമായത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള നോമിനേഷൻ മാത്രമല്ല, ഇത്ര നാളത്തെ പൊതുപ്രവർത്തനത്തിൽ എൻ്റെ സൽപ്പേരാണ് എനിക്ക് പോയത്. എടാ ഒരു പരാതി കിട്ടിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാനാ? എടാ അത് മനഃപൂർവ്വമല്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യോ? ഒരു സ്ത്രീ പരാതി തന്നോണ്ടല്ലേ. അറിയാം ഈ പരാതിയും ഈ പരാതിക്ക് പിന്നിൽ ആരാണെന്ന്. ഇതിന് ഞാൻ തിരിച്ചൊരു പണി ഞാൻ തരും. ചെന്ന് പറഞ്ഞേക്കാം അവനോട്.